അച്ഛൻ ഇന്നലെ രാത്രി വന്നോ? ആ ഇന്നലെ എന്താ രാത്രി വന്നേ? നീ മിണ്ടാതിരുന്ന് വേഗം കഴിച്ചിട്ട് വരുന്നോ? ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നേ? അച്ഛൻ വല്ലപ്പോഴല്ലേ രാത്രി വരാറുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛൻ ഇന്നലെ വരില്ലാന്ന് പറഞ്ഞിട്ട് എന്താ വന്നേ? ഞാനൊരു മാരുതി കാർ ബുക്ക് ചെയ്യാൻ വന്ന. നമ്മളൊരു മാരുതി കാർ വാങ്ങാൻ പോവാ. ആണോ അച്ഛാ? ആണോ? ആണ്. നമുക്ക് മാരുതി കാർ വാങ്ങണ്ട അച്ഛാ, നമുക്ക് ഓടി വാങ്ങാം. എന്നതാ? ഓടി. അതൊരു കാറാ അച്ഛാ, നല്ല സ്റ്റൈലും കാറാ. മാരുതിയെക്കാളും വില കുറവാ? എന്റെ അച്ഛ 10-40 ലക്ഷം വിലയുള്ളൊരു കാറാ അത്. അയ്യോ, അതെന്താ സ്വർണ്ണത്തെ ഉണ്ടാക്കിയിരിക്കുന്നു? ഇതിനെ വല്ലപ്പോഴും പത്രം കൈകൊണ്ട് തുറന്നോന്ന് പറയുന്നത്. പത്രം വായിച്ച് ഈ ചാടിയെ കുറിച്ച് അറിഞ്ഞിട്ട് എനിക്ക് എന്താ ഗുണം? ചാടിയല്ല അച്ഛാ, ഓടി. നമുക്കെന്തായാലും ഗുണമില്ലല്ലോ, നമുക്ക് മാരുതി മതി. നമ്മൾ എന്നാ അച്ഛാ കാറ് വാങ്ങുന്നേ? കഴിച്ചിട്ട് പോവാൻ നോക്കി. ഇന്നെന്താ കുളിക്കുന്നൊന്നുമില്ലേ? ഓ, ഇന്നൊരു ഉഷാറില്ല. അപ്പൊ ഇന്നെങ്ങനെ കമ്പോസ്റ്റ് കുഴി കുത്തും? ഇന്ന് അതിനുള്ള സ്റ്റാമിന ഇല്ല. എല്ലാ സ്റ്റാമിന ഇന്നലെ രാത്രി തീർന്നു. ഇന്നലെ രാത്രി ഒരുപാട് സൈക്കിൾ കിട്ടി, അങ്ങനെ എന്റെ സ്റ്റാമിന പോയത്. അമ്മേ, ഞാൻ ഇന്നലെ പറഞ്ഞ നേച്ചർ ക്ലബിന്റെ കാര്യം വേണ്ടാന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അച്ഛാ, ഇത് കണ്ടോ? എന്തൊരു കഷ്ടവും നോക്കിയേ. എന്താ കാര്യം? നേച്ചർ ക്ലബിന്റെ ഒരു ക്യാമ്പ് തേക്കടിയിൽ അടുത്ത മാസം നടത്തുന്നുണ്ട്. കേരളത്തിലെ പല കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് 100ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുമുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 2 പേരാ സെലക്ട് ചെയ്ത്, അതിലൊന്ന് ഞാനാ. പിന്നെ നേച്ചർ ക്ലബ്ബിൽ പോയിട്ട് എന്ത് കിട്ടാനാ? ആ സമയത്ത് ഇവിടെ ഇരുന്ന് പുസ്തകത്തിലുള്ളത് എന്തെങ്കിലും പഠിക്കും. അച്ഛാ, ഇത് കണ്ടോ? അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ല യഥാർത്ഥ അറിവ്. കോടിക്കണക്കിന് പട്ടിണിക്കാരുടെ, കുഷ്ഠരോഗികളുടെ, കൂട്ടിക്കൊടുപ്പുകാരുടെ, നിരക്ഷരരുടെ ഇന്ത്യ. ആ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുമ്പോൾ കിട്ടുന്ന പ്രായോഗിക അനുഭവങ്ങളാണ് യഥാർത്ഥ അറിവ്. നിന്നെ പോലെ 10ാം ക്ലാസ് തോറ്റ വിവരദോഷികൾക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അടിപൊളി അച്ഛാ. ശരി, സെൻസ് ഉള്ള നിങ്ങള് അവളെ ക്യാമ്പിന് വിട്ടോ. അതിന്റെ ഫീസായിട്ട് 1800 രൂപയും കൂടെ കൊടുത്തേക്ക്. എത്ര? അച്ഛാ, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ മോളെ? ഒരുമാതിരി വൃത്തികേട് കാണിക്കരുത്. ശരി.